സംസ്ഥാനത്ത് ആശങ്കയായി പേവിഷ മരണങ്ങൾ. ഈ വർഷം പേവിഷബാധ സ്ഥിരീകരിച്ച 19 പേര് മരിച്ചെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ. സംസ്ഥാനത്ത് തെരുവുനായ ശല്യം രൂക്ഷമായിരിക്കെ രോഗം സ്ഥിരീകരിക്കുന്ന മുഴുവൻ പേരും മരിക്കുന്നത് ആശങ്കയ്ക്കിടയാക്കുന്നു. ഈ മാസം 2 പേർക്കാണ് പേവിഷബാധയേറ്റ് ജീവൻ നഷ്ടമായത്. MG പ്രതീക്ഷ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. പ്രതീക്ഷ, ഈ പേവിഷബാധ ഉള്ള മരണം, അതായത് റാബീസ് വാക്സിൻ എടുക്കുന്നവരും മരിക്കുന്നു എന്ന വാർത്ത വരുമ്പോൾ തന്നെ ഈ ആശങ്ക തലപൊക്കി തുടങ്ങിയതാണ്. അപ്പോൾ തന്നെ ഈ കഴുത്തിന് മുകളിലേക്കുള്ള ഭാഗത്ത് പരിക്കേൽക്കുന്നവർക്കാണ് കൂടുതൽ ഇത് ഒരുപക്ഷെ അതിൽ വാക്സിൻ ഫലപ്രദമല്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ഇതങ്ങനെ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ, യഥാർത്ഥത്തിൽ എന്താണ് ഈ സംഭവം എന്ന വിശദമായ ചർച്ചയ്ക്ക് വഴിവെക്കുന്നില്ലേ തുടർ മരണങ്ങൾ? പ്രതീഷ്. ഹാഷ്മി, ശരിയാണ്. കാരണം ആശങ്കയുണ്ടാക്കുന്നതാണ് സംസ്ഥാനത്തെ പേവിഷബാധ മരണങ്ങൾ. ഈ തെരുവുനായ ആക്രമണം രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ആരോഗ്യവകുപ്പിന്റെ ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തു വരുന്നത്. 5 മാസത്തിനിടെ 19 പേർക്കാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. ഈ പേവിഷബാധ സ്ഥിരീകരിച്ച 19 പേരും മരണപ്പെട്ടു എന്നതാണ് ഏറ്റവും നടക്കുന്ന വാർത്ത. ഈ മാസം തന്നെ ജൂലൈ 2-ാം തീയതി 2 പേർക്ക് സംസ്ഥാനത്ത് പേവിഷബാധ സ്ഥിരീകരിച്ചിരുന്നു. ഈ പേവിഷബാധ സ്ഥിരീകരിച്ച 2 പേരും മരിച്ചുവെന്ന് ആരോഗ്യവകുപ്പിന്റെ തന്നെ ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് രോഗം സ്ഥിരീകരിക്കുന്ന എല്ലാവരും മരണപ്പെടുന്ന സാഹചര്യമാണ് നിലവിൽ പേവിഷബാധ കേസുകളിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവത്തോടെ കാണണമെന്നതാണ് ആരോഗ്യ വിദഗ്ധർ അറിയിച്ചിരിക്കുന്ന കാര്യം. നേരത്തെ ഈ പേവിഷബാധയുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന വാക്സിന്റെ ഗുണനിലവാരം സംബന്ധിച്ച് വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നു. ഗുണനിലവാര പരിശോധന നടത്തണമെന്നും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കണമെന്നും പറഞ്ഞ ആരോഗ്യവകുപ്പ് ഒരു വിദഗ്ധ സമിതി ഉൾപ്പെടെ കുറെ നാൾ മുമ്പ് നിയോഗിച്ചതാണ്. ഇതിൽ ഈ വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചതിൽ വലിയ പാളിച്ചകൾ, വീഴ്ചകൾ ഒന്നും ഇല്ല എന്നതാണ്. പക്ഷേ ഈ മരണപ്പെടുന്നവരുടെ കണക്കെടുക്കുമ്പോൾ ഈ മരിച്ച പലരും ഈ റാബിസ് പ്രതിരോധ വാക്സിൻ എടുത്തവരാണ്. പ്രതിരോധ വാക്സിൻ 1, 2, 3 ഡോസ് വാക്സിൻ എടുത്തവർ മരണപ്പെടുന്നു എന്നതാണ് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന കാര്യം. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു പരിശോധന വേണമെന്ന ഒരു ആവശ്യം വലിയ തോതിൽ ഉയരുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ മാസം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. അത് പ്രധാനമായും വാക്സിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുക, സംസ്ഥാനത്ത് ഈ പ്രതിരോധ വാക്സിൻ എടുക്കുന്നതിൽ കൃത്യമായി പ്രോട്ടോകോൾ പാലിക്കുന്നുണ്ടോ, ഈ മരിക്കുന്നവർ വാക്സിൻ എടുത്തവരാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മനുഷ്യാവകാശ കമ്മീഷനും നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അത്തരത്തിലൊരു ഇടപെടൽ പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. ആ ഘട്ടത്തിൽ കൂടിയാണ് ആശങ്കപ്പെടുത്തുന്ന ഈ കണക്കുകളും പുറത്തു വരുന്നത്. സംസ്ഥാനത്ത് ഓരോ ദിവസവും തെരുവുനായയുടെ ആക്രമണത്തിന് ഇരയാകുന്നവർ നിരവധിയാണ്. ഒപ്പം കുട്ടികളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ആക്രമണത്തിന് ഇരയാകുന്നവരും. ഈ കഴിഞ്ഞ ഒരു 2021 ശേഷം മരിച്ച 20-ലധികം പേർക്ക് പേവിഷബാധ സ്ഥിരീകരിക്കുകയും അവർ അതിനു മുമ്പ് തന്നെ ഈ പ്രതിരോധ വാക്സിൻ എടുത്തവരുമാണ്. പ്രതിരോധ വാക്സിൻ എടുത്ത 20-ലധികം പേർക്ക് മരണം സംഭവിച്ചു എന്നതും ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ്. ഈ തന്നെയാണ് പ്രതീക്ഷ. 2021 ശേഷം വാക്സിൻ എടുത്ത 22 പേർ മരിച്ചെന്നാണ് ആരോഗ്യവകുപ്പിന്റെ തന്നെ കണക്ക്. അപ്പം നമ്മുടെ ഒരു പെർസെപ്ഷൻ എന്താണ്? പട്ടി കടിച്ചാലും ഈ പറയുന്ന ആന്റി റാബീസ് വാക്സിൻ എടുത്താൽ 100% സുരക്ഷിതമാണ് എന്നൊക്കെയായിരുന്നു നമ്മുടെ ഇക്കാലം അത്രയുമുള്ള പൊതുധാരണ. മെയ് മാസത്തിൽ തന്നെ 3 കുട്ടികൾ ഇത്തരത്തിൽ പട്ടികടിയേറ്റു, വാക്സിൻ എടുത്തു, മരിച്ചു. അതിൽ ഭാഗ്യലക്ഷ്മിയാണെന്നാണ് എൻ്റെ ഓർമ്മ. വാക്സിൻ എടുത്ത് 3 മാസം ശേഷം മരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ അടിയന്തരമായി ഇതിൽ നിലനിൽക്കുന്ന ആശങ്കകൾ കൂടി കണക്കിലെടുത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നൊരു പഠനം ആലോചനയിലുണ്ടോ സർക്കാരിൻ്റെ? പ്രതീഷ്. ഹാഷ്മി, അത്തരത്തിലൊരു പഠനം അനിവാര്യമാണ്. കാരണം ആരോഗ്യവകുപ്പ് തന്നെ പറയുന്നത് ഈ റാബിക്സ് വാക്സിന്റെ പ്രതിരോധം വർഷങ്ങളുടെ ഒരു പ്രതിരോധമാണ് ഈ വാക്സിൻ നൽകുന്നത് എന്നതാണ്. കാരണം നമ്മൾ ഇപ്പോൾ റാബിക്സ് വാക്സിൻ എടുത്താൽ വർഷങ്ങൾ കഴിഞ്ഞും അതിന്റെ ഒരു പ്രതിരോധം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമെന്നതാണ് ആരോഗ്യവകുപ്പും ആരോഗ്യ വിദഗ്ധരും പറയുന്നത്. പക്ഷേ ആ ഘട്ടത്തിൽ കൂടിയാണ് പ്രതിരോധ വാക്സിൻ എടുത്തവർക്ക് പേവിഷബാധ ഏൽക്കുകയും വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് മരണം സംഭവിക്കുകയും ചെയ്യുന്നത്. നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ അന്ന് ആരോഗ്യവകുപ്പ് ഇതിന് വിശദീകരണമായി പറഞ്ഞത് തെരുവുനായ ആക്രമണം മുഖത്ത് ഏൽക്കുമ്പോൾ മരണം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അത് പെട്ടെന്ന് തലച്ചോറിനെ ബാധിക്കും, ഞരമ്പുകളിൽ കടിയേൽക്കുകയും അത് തലച്ചോറിലേക്ക് ഇത് പടരുകയും ചെയ്യുന്നത് കൊണ്ടാണ് മരണം സംഭവിക്കുന്നത് എന്നുള്ള വിശദീകരണമായിരുന്നു നേരത്തെ ആരോഗ്യവകുപ്പ് നൽകിയത്. പക്ഷേ ഈ കൂടുതൽ മരണങ്ങൾ ഈ ഉണ്ടാകുന്നത് നമുക്ക് തീർച്ചയായും ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഇരയാകുന്നത് കുട്ടികളാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അടുത്ത കൊല്ലത്ത് ഒരു പെൺകുട്ടി പേവിഷബാധയേറ്റ് മരിച്ചിരുന്നു. 1, 2,
3 ഡോസും വാക്സിൻ എടുത്ത കുട്ടിക്കാണ് ഈ പേവിഷബാധ മരണം സംഭവിച്ചത്. ആലപ്പുഴയിലും ഒരു ദിവസം മുമ്പാണ് ഒരു വയോധികൻ പേവിഷബാധയേറ്റ് മരിച്ചത്. അങ്ങനെ ഒരു ദിവസേന പല മരണങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം. ഈ മാസം 5-ാം തീയതിയാണ്. പക്ഷേ ഈ മാസം 5 ദിവസമാകുമ്പോൾ 2 പേവിഷബാധ മരണങ്ങൾ സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് ജൂലൈ 2-ാം തീയതി സ്ഥിരീകരിച്ച 2 പേവിഷബാധ കേസുകളിൽ ആ 2 മരിച്ചു എന്നതാണ് ആരോഗ്യവകുപ്പ് പറയുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ കൃത്യമായൊരു പഠനം വേണം. ഏതെങ്കിലും തരത്തിൽ വാക്സിന്റെ ഗുണനിലവാരത്തിൽ പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോട്ടോകോളുകൾ കൃത്യമായി പാലിക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന പഠനം അനിവാര്യമാണ് എന്നതാണ് ഉയരുന്ന ആവശ്യം. നേരത്തെ പ്രതീഷ് പറഞ്ഞ പത്തനാപുരത്തെ കുട്ടി, കൊല്ലം പത്തനാപുരം സ്വദേശി 7 വയസ്സുകാരുടെ അമ്മ ഹബീറ നമുക്കൊപ്പം ചേരും. എന്തായാലും ഇത് ഗുരുതര പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ നാട് മുഴുവൻ തെരുവുനായകൾ പൂണ്ടുകൊളയാടുന്നൊരു സാഹചര്യമുണ്ട്. ഒട്ടുമിക്ക എല്ലാ ദിവസവും എന്നാണ് ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ ഓടിക്കുന്നതും ഓടിച്ചു പേടിക്കുന്നതും ഓടിച്ചിട്ട് കടിക്കുന്നതുമായ CCTV ദൃശ്യങ്ങൾ കണ്ട് നമ്മൾ നടുങ്ങാറുണ്ട്. അതിനിടയിൽ ഈ ആന്റി റാബി വാക്സിൻ കൂടി ഫലപ്രദമല്ലേ എന്ന ചോദ്യം ഉള്ളിൽ ഉയർന്നാൽ അത് വലിയ പ്രശ്നമാണ്.